നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ റേസ് ടയറിൻ്റെ ഒരു ലോങ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു ടയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടയർ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഹിമാലയൻ ട്രിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള ഓഫ് റോഡ് ട്രിപ്പ്, അതുപോലെ തന്നെ റോഡ് ട്രിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ സൈഡിലുള്ള തിക്ക് നോബീസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റോഡിലൊക്കെ കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടും. അപ്പോൾ ടയറിൻ്റെ ലൈഫിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 7,000 to 10,000 കിലോമീറ്റർ ഈ ടയർ കിട്ടും. നമ്മൾ റോഡിലൂടെ ഓടിച്ചാലും ഓഫ് റോഡിലൂടെ ഓടിച്ചാലും നമുക്ക് നിലവിൽ നമ്മൾ എക്സ്പൾസിന് ഇറങ്ങിയിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ടയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ ഒരു നോബി ടയർ പോലെ കാണാനും ഉണ്ട്, എന്നാൽ നമുക്ക് റോഡിൽ നല്ല ഗ്രിപ്പും കിട്ടും. പിന്നെ ഇതിന്റെ റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി റബ്ബറാണ്. നിങ്ങൾക്ക് ഏതൊരു ടയർ ഇട്ടതിനേക്കാളും കൂടുതൽ റൈഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഈ ഒരു ടയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ട്രയലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൾട്ടി പർപ്പസ് ടയർ ആണ് കേട്ടോ. എക്സ്പൾസ് വെച്ചിട്ട് എന്തായാലും നിങ്ങൾ റോട്ടിൽ കൂടെ മാത്രം ഓടിക്കാൻ പോകുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മളൊരു ചെറിയ ഓഫ് റോഡിംഗിൽ എടുക്കാത്ത ഒരു എക്സ്പൾസ് കാരണം നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ എക്സ്പൾസിന് ആരെങ്കിലും ഒരു ടയറോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റേസിന്റെ ഒരു ട്രയലാർ ടയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചെറിയ ടിപ്പും കൂടെ പറഞ്ഞാൽ നമുക്ക് ടയറിന്റെ ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള എയർ അടിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടയറിന് അത്യാവശ്യം കൂടുതൽ ലൈഫ് കിട്ടും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും റൈഡൊക്കെ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് പമ്പിൽ പോയിട്ട് നമ്മുടെ എയർ പ്രഷറും കാര്യങ്ങളും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കുക.